പ്രിയപ്പെട്ടവരെ, ഇന്ന് 18/4/2026 നമ്മുടെ പെരുമ്പാ പുഴയുടെ തീരത്താണ് അക്ഷത് കിരൺ വന്ന് ഈ റിവർ എത്ര തവണ ക്രോസ് ചെയ്തു? മൈക്ക് ഉണ്ടല്ലോ 8 തവണ ക്രോസ് ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു അനുഭവം? ഇന്നിപ്പോ എത്രാമത്തെ ദിവസമാണ്? അഞ്ചാമത്തെ ദിവസം. മോന്റെ സ്കൂളൊക്കെ സ്ഥലം എവിടെയാന്നുള്ളതെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ തലശ്ശേരിയിലാണ് ജീവിക്കുന്നത്. സ്കൂള് ചിന്മയ വിദ്യാലയ 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചിന്മയ ഏത് ചിന്മയ? എവിടെയാണ്? കണ്ണൂർ ശാലയ്ക്കല്ലേ? ഓക്കെ. അച്ഛന്റെ പേര്? അമ്മയുടെ പേര്? സന്ധ്യ. ഓക്കെ. വല്യപ്പന്റെ പേര്? സദാനന്ദൻ. അമ്മേന്റെ പേര്? ഓക്കെ. എന്നിട്ട് സന്തോഷത്തിലാണ് മോൻ കായൽ നീന്താൻ കാണാൻ വേണ്ടിയിട്ട് വന്നത്, പുഴ നീന്തുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു 6ാമത്തെ ദിവസമാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് അമ്മ അതിന്റെ അനുഭവങ്ങളും വിശേഷങ്ങളും പങ്കുവയ്ക്കും. എന്നിരുന്നാലും ഞാനൊന്ന് പറയുകയാണല്ലേ, എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറയുകയാണ്, ഇങ്ങനെ മോൻ ഇങ്ങനെ അതല്ലേ 2 മാസം എവിടെയോ പോയിട്ട് പഠിക്കാൻ പറ്റിയില്ല. ഞാൻ സ്കൂളിന്റെ പേരൊന്നും ഇനി പറയുന്നില്ല, അങ്ങനെ പറയുന്നത് മോശമല്ലേ, സ്കൂളിന്റെ പേരൊന്നും പറയുന്നില്ല. അപ്പൊ 2 മാസം കണ്ണൂരിലെ 2 പൂളുകളിലായിട്ട് പോയിരുന്നു. എന്നിട്ട് എന്തോ ഒരു ടെൻഷൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ കരുതിയാൽ 2 മാസം പോയല്ലോ, എന്താ പറ്റുമെന്നുള്ളത് നോക്കാമെന്ന് കരുതി വല്യപ്പനും കൂടെ ഉണ്ടെന്ന് നീന്തിച്ച് നോക്കിയപ്പോൾ അവൻ്റെ 6-7 മീറ്റർ നീന്തിയിട്ട് കട്ടായിപ്പോയി. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, നമുക്ക് ഇന്ന ഐറ്റങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവും. കാരണം ഞാനൊരു കാര്യം, ഒരു ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവരെ ഏറ്റവും മുന്നിലേക്ക് എത്തിക്കാനുള്ളൊരു പണി എടുപ്പിക്കും. അതിനുള്ള ക്ഷമയും നമ്മളിത് കാണിച്ചാൽ മാത്രം മതി. ഞാനിതിപ്പം ഇങ്ങനെ നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ ആലോചിക്കുന്നത്, നമുക്ക് ഒരു കുട്ടികൾക്ക് നമുക്ക് ചെറുപ്പത്തിലൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കും, കുറച്ചുകൂടെ വലുതാകുമ്പോൾ അതിലും വലിയ സൈക്കിൾ വാങ്ങിക്കൊടുക്കും, കുറച്ച് കഴിയും ബൈക്ക് വാങ്ങിക്കൊടുക്കും. നമ്മൾ ട്രീറ്റ്മെന്റ്, ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പോയിട്ട് ചികിത്സിക്കും. പക്ഷേ ഇതിനു വേണ്ടിയിട്ടുള്ള പൈസ ചെലവാക്കാനും മെനക്കെടാനും പല രക്ഷിതാക്കൾക്കും വലിയ മടിയാണ്. അതിന്റെ പ്രയാസം ഈ പറഞ്ഞതുപോലെ വലിയ നമ്പറാണ് മരണപ്പെട്ടത്. ആഗ്രഹത്തോടുകൂടി പോകുന്നവരുണ്ട്, പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. എന്തായിരുന്നാലും ഞാൻ ഇത് പറയുമ്പോൾ തന്നെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, നമുക്ക് ഇത്ര ചെലവ് വരും അല്ലേ, നമുക്ക് ആ ഫ്ലോട്ടിംഗ് പഠനത്തിന് 20,000 രൂപ വരും. അത് കഴിഞ്ഞാൽ റിവർ 7,500, കായൽ 7,500. നമുക്ക് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മൾ ഡിസ്കൗണ്ട് കൊടുത്ത് ചെയ്യിക്കുന്നുണ്ട്. അതുകൊണ്ട് 50 ഓഫർ ആക്കിയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിനകത്ത് എടുക്കുന്ന റിസ്ക്കും വേണ്ടി വരുന്ന സമയമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഈ ചെറിയ സമയം കൊണ്ട്. എൻ്റെ ഒരു വലിയ വിലപ്പെട്ട സമയം തന്നെയാണ് വേണ്ടി മാറ്റി വയ്ക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നിട്ട് അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്നത്, നിങ്ങൾ നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിങ്ങൾ 4 പേരും മാറിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മെനക്കെട്ട് ചെയ്യുന്നത്. ഓക്കെ, എന്തായാലും നന്നായിട്ടുണ്ട്. മോന്റെ വേറെ അനുഭവം, നീന്തിയന്റെ അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? ഒച്ചത്തിൽ പറയണം. എങ്ങനെ ഉണ്ടായിരുന്നു നീന്തിയിട്ട്? കാണുമ്പം വന്നപ്പോ എങ്ങനെ ഉണ്ടായിരുന്നു? പേടി തോന്നിയോ? കാണുമ്പോ ഒരു പേടി ഉണ്ടായിരുന്നു, പിന്നെ നീന്തുമ്പോ ശരിയായി. നീ ഇറങ്ങിയത് തന്നെ ഇവിടെ മണൽ വാരിയ വലിയ കുഴിയിലായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്നത് തന്നെ നമ്മൾ ഞാൻ ഇപ്പൊ രാവിലെ കായലിലൊരു നീന്തൽ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതായിരുന്നു. രാവിലെ 6 മണിക്ക് തുടങ്ങിയിട്ട് അതും കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ശനിയും ഞായറും ഇവിടെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നത് തന്നെ ഇതെന്ന് പറയാം, അവിടെ വെള്ളം കുറഞ്ഞ സ്ഥലമായിരുന്നു. അവിടെ ഇതിപ്പോ ഇറങ്ങുന്നത് തന്നെ വലിയ കുഴിയാണ്. പക്ഷെ നീ അത് നന്നായിട്ട് കവർ ചെയ്തു, നന്നായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, വേറെന്തെങ്കിലും പറയാൻ? പഠിക്കേണ്ടെന്ന് നിന്റെ പറഞ്ഞോണം. മോന്റെ സുഹൃത്തായിരുന്നു ഇസാൻ അല്ലേ, നമ്മുടെ ബഹുമാന്യനായ സ്പീക്കറുടെ മകൻ അല്ലേ, ഷഹലയുടെയും മകൻ ഇസാൻ. മോൻ്റെ കൂടെ ഇപ്പോഴും പഠിച്ചോണ്ടിരിക്കുന്നതാന്ന് പറഞ്ഞു. അവൻ വന്ന് എല്ലാ കായലും പുഴയും അന്ന് നീന്തിയിരുന്നു. എനിക്ക് തോന്നുന്നൊരു 4-5 വർഷം മുമ്പാണ്. നിന്റെ അടുത്ത് പറഞ്ഞിരുന്നു അല്ലേ? അന്നേ പറഞ്ഞായിരുന്നു. അന്നേരം അടുത്തുള്ള പൂള് എന്നുള്ള നിലയിലേക്കായിരിക്കും അവിടെ പോയതല്ലേ, 2 കേന്ദ്രങ്ങളിലായിട്ട് പോയത്, അടുത്തുള്ള കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ഞാനത് ഊഹിച്ചു. എന്തായാലും ഇത്രയും വരെ എത്തിയല്ലോ, അത് നന്നായി. നീ ഇപ്പം ചെയ്ത 8 തവണയാണ് അത് ക്രോസ് ചെയ്തത്. അപ്പൊ നാളെ തന്നെ വേണമെങ്കിൽ നമുക്ക് കായൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതല്ലെങ്കിൽ പിന്നെ 9-ാം തീയതി കഴിഞ്ഞോ നോക്കിയിട്ട് സൗകര്യം പോലെ നമുക്ക് കായൽ ചെയ്യാം. കടൽ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇപ്പം നിലവിലില്ല. കാരണം കടല് റഫായി തുടങ്ങി, മൺസൂണിന്റെ ഭാഗമായിട്ട് റഫായി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂട്ടുന്നില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ അച്ഛൻ്റെ അനുഭവങ്ങളും അമ്മേൻ്റെ ഒക്കെ നീന്തിയ കണ്ട അനുഭവം എല്ലാം പറഞ്ഞുകൊണ്ട് എടുക്കാം. ഇത് വേറെ ഒന്നും പറയാനുണ്ടോ? ഇല്ല. യെസ്, സന്തോഷം. റൈറ്റ്.